ഹലോ, ഗുഡ് മോർണിംഗ് ചക്കരകളെ. ഗുഡ് മോർണിംഗും താമസിച്ചു. എന്താണെന്നറിയാമോ, എൻ്റെ ഫ്രണ്ട് അച്ഛനില്ലേ, അച്ഛമ്മയുടെ മോൻ ജർമ്മനിയിലായിരുന്നു. അവൻ വന്ന് 3-ാം തീയതി വന്ന്. അപ്പോൾ അവരിങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കുകയായിരുന്നു. നമ്മുടെ തക്കാളിയും ചെമ്മീനിട്ടൊരു ചാറ് വെച്ചു. നല്ല നാടൻ മത്തി മേടിച്ച് വറുത്തു. നല്ല ഇന്നലത്തെ മത്തിക്കറി, ചെമ്മീൻകറി അതിരിപ്പുണ്ട്. അതൊക്കെ അവന് ഇഷ്ടമായിരിക്കും. പിന്നെ അവന് നല്ല ബീഫ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് നല്ല പെരളാനായിട്ട് ഇങ്ങനെ എടുക്കത്തില്ലേ, ഞാനങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല നെയ്യൊക്കെ, ചെറിയ വെള്ള നെയ്യൊക്കെയുള്ള ബീഫില്ലേ, നല്ല കുരുമുളകും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ഇഞ്ചിയൊക്കെ ചേർത്ത് സൂപ്പറായിട്ട്, വേറെ ഒരു മസാലയും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് മുളകും മല്ലിയൊക്കെ വറുത്ത് ചൂടാക്കി സൂപ്പർ മണക്കുന്നൊരു ബീഫ്, നല്ല ടേസ്റ്റുണ്ട്. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വരുമ്പോൾ നമുക്ക് ചോറ് കൊടുക്കാം. അതിനുമുമ്പ് ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ഒരു കഥ പറയാം. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മകന് ഒരു 7-ാം ക്ലാസ് 8-ാം ക്ലാസ് മുതൽ ഒരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് രണ്ടുപേരും നായന്മാരാണ്. കഠിനമായ പ്രേമത്തിലൂടെ അവർ ഇത്രയും വർഷവും 26 പയ്യനും 27 വയസ്സ്, പെണ്ണിനും അടുത്ത് തന്നെ പ്രായമൊക്കെ ഉണ്ട്. പെൺകൊച്ച് PG ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നു. പയ്യനും വിദ്യാഭ്യാസം, രണ്ടുപേരും നന്നായിട്ട് വിദ്യാഭ്യാസമൊക്കെ സമ്പാദിച്ച് നല്ല രീതിയിൽ വന്നിരിക്കുന്ന പിള്ളേർ. പക്ഷേ ഇതിനകത്ത് കുഴപ്പം, പെണ്ണിൻ്റെ വീട്ടുകാർക്ക് സാമ്പത്തിക ശേഷി കൂടുതലും, പയ്യൻ്റെ വീട്ടുകാർക്ക് സാമ്പത്തികം കുറവും. അതുകൊണ്ട് എന്താ, അവരുടെ വീട്ടിൽ, പെണ്ണിൻ്റെ വീട്ടിൽ ഒരു കാരണവശാലും ഈ പ്രേമം വിവാഹം സമ്മതിക്കുന്നില്ല. അവർ നാൾ തമ്മിൽ നോക്കിയപ്പോൾ നക്ഷത്രങ്ങൾ തമ്മിൽ ചേരുന്നില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞങ്ങൾ പേഴ്സണൽ, എൻ്റെ ആദ്യ വിവാഹത്തിൽ പുള്ളിയുടെ നക്ഷത്രവും എൻ്റെ നക്ഷത്രവും കൂടെ നമുക്ക് 10 പൊരുത്തം വേണമെന്നല്ല, 8 പൊരുത്തം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? 8 പൊരുത്തമുള്ള ഞങ്ങൾ തമ്മിൽ 8 ദിവസം പൊരുത്തത്തോടെ കഴിഞ്ഞിട്ടില്ല. മനസ്സിലായോ? അപ്പം അതിലൊരു കഥയുമില്ല. നിങ്ങൾ ഒരിക്കലും ഈ അന്ധവിശ്വാസം, എനിക്ക് അതിനോട് യാതൊരു യോജിപ്പുമില്ല. വിവരക്കേട് പറയരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. എത്ര കുഞ്ഞുങ്ങളാണ് ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് കല്യാണം ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നത്. വെറുതെ ചാകുമ്പോൾ ചാകട്ടെ, ജീവിക്കുമ്പോൾ ജീവിക്കട്ടെ, ഇന്നിൽ ജീവിക്കൂ. നിങ്ങൾ ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകരുത്. ഈ കാലത്തും ഈ ചിന്താഗതിയാണ്. ഒരാളുടെ മരണം നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല, ഒരാളുടെ ജീവിതവും ഭാവി നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല, നമുക്ക് വരാൻ പോകുന്ന ഒന്നിനെക്കുറിച്ചും നിർണ്ണയിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്? പ്രേമിച്ചവരെ കല്യാണം കഴിപ്പിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ, ഒരിക്കലും പിരിക്കരുതെന്ന് പറയത്തുള്ളൂ. പിന്നെ പ്രേമിക്കുന്നതിന് പിള്ളേർ ഓർക്കണം. ഇപ്പോൾ മുസ്ലിംസിനൊക്കെ അവരൊരു കാസ്റ്റ് വിട്ട് വേറൊരു കാസ്റ്റോട്ട് പോകാൻ ഭയങ്കര എതിർപ്പാണ് അവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു മുസ്ലിമിൽ തന്നെ പ്രേമിക്കാവുള്ളതെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തിനാ ഒരു വിപ്ലവമൊക്കെ ഉണ്ടാക്കുന്നത്? നമുക്ക് വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ ഉണ്ടാകണം, നമ്മുടെ നാട്ടുകാർക്ക് മര്യാദക്ക് കിടക്കണം. അപ്പോൾ ആ വിപ്ലവ പ്രേമത്തിലൊന്നും പോകാതിരിക്കുക. ക്രിസ്ത്യൻ ഹിന്ദു ഒന്നും കിട്ടുന്നതിന് വലിയ കുഴപ്പമില്ല. ആദ്യം കുറച്ച് മുറുമുറുപ്പുണ്ടെങ്കിലും പിന്നെ അതങ്ങ് ഒതുങ്ങും. ഇത് നായരുമാണ്. എന്നിട്ടാണ് ഈ പൈസയുടെ പ്രശ്നമോ ജാതകമൊന്നും അല്ലെന്ന് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് പണമില്ലാത്തവൻ നാളെ ആരാകുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും പണമില്ലാത്തവൻ്റെ പേര് ഒരുത്തനെയും കുറച്ച് കാണരുത്, ഒരു മനുഷ്യനെയും കുറച്ച് കാണരുത്. അവർ നമ്മുടെ മുമ്പിൽ നാളെ ആരായിത്തീരുമെന്ന് നമുക്ക് പ്രവചിക്കാനേ പറ്റത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഒരിക്കലും ഈ അന്ധവിശ്വാസത്തിന് ഞാൻ കൂട്ടില്ല. നിങ്ങളുടെ എല്ലാ അഭിപ്രായം ഇതിനകത്ത് പറയണേ. എന്നോട് ചോദിച്ചു, ഞാൻ പറയാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു. ചെയ്തോളാൻ പറഞ്ഞു. കുട്ടി നല്ല വിദ്യാസമ്പന്നയാണ്. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സ്കൂളിലോ കോളേജിലോ ആ കുട്ടിക്ക് ജോലിക്ക് കയറാം. അതിന് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അവളുടെ ഭാഗം കൊടുക്കുക. ഇത്രയും വർഷം ഒരുമിച്ച്, നാളെ ഒരു കാലത്ത് അവളെ വീട്ടുകാർ ഇങ്ങനെ നോക്കി കല്യാണം ചെയ്ത് കൊടുത്തിട്ട് അവനൊരു സ്നേഹമില്ലാത്തവനാണ്. ലോകത്തിൽ ഏറ്റവും വലുത് എൻ്റെ ചക്കരകളെ, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്നറിയാവാ, നമ്മളെ സ്നേഹിക്കുന്നൊരാളും കരുതുന്നൊരാളുമാണ് പണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുറേ പണം ഉണ്ടായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കള്ളനെ പ്രേമിച്ച പെണ്ണിൻ്റെ കാര്യം പറയാം. അവർക്ക് സത്യത്തിൽ എന്താ, പണമില്ലാഞ്ഞിട്ടാണ്. പണം കൊണ്ട് എന്താ? പണം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടാമെന്നുള്ളത്, അതിൻ്റെ അപ്പുറത്തേക്ക് സ്നേഹത്തിന് കിട്ടും. സ്നേഹം ഒരിക്കലും വില കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നതല്ല. സ്നേഹം നല്ലൊരു സ്വഭാവം. ഇത്രയും വർഷം അവർ ഒരുമിച്ച് സ്വരുക്കുട്ടിയ സ്വപ്നങ്ങളൊക്കെ വിട്ട് ഒരു പരിചയമില്ലാത്ത ഒരുത്തനെ വേറെ കെട്ടിപ്പോണമെന്ന് പറയുന്നത് മഹാപാപമാണ്.
മുൻകാലങ്ങളിൽ പണ്ടൊക്കെ ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയും ബോധവും ഒക്കെയുള്ള നല്ലൊരു നമ്മളെല്ലാം നമുക്ക് ഒരു വിവരമുള്ളൊരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കൽ പോലും ഇങ്ങനത്തെ ഒരു മോശം ചിന്താഗതി എടുത്തു കളയുക. പ്രേമിച്ച് അവരെ തമ്മിൽ ഒരുമിപ്പിക്കാൻ നോക്കുക. എൻ്റെ എല്ലാ സപ്പോർട്ടും കിട്ടും. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ കൊണ്ടുപോയി സബ് രജിസ്റ്റർ ഓഫീസിൽ 15 ദിവസം മുമ്പ് എഴുതി കൊടുക്കൊണ്ട് തോന്നുന്നല്ലേ, എഴുതി കൊടുത്ത് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കും. എനിക്ക് അത്ര ധൈര്യമുള്ള വേണ്ട. ഞാൻ പ്രേമിച്ചവരെ പിരിക്കില്ലെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പൊലിഞ്ഞു പോയ പ്രേമമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ആർക്കെങ്കിലുമൊക്കെ അല്ലേ, പണ്ടുള്ളവരുടെ ഉള്ളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു വേദനയായിട്ട് എന്നും കാണും. പ്രേമിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇല്ലെന്നൊക്കെ പറഞ്ഞ കള്ളവാണ്. പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കി ഇത്രയും വർഷവും കറക്റ്റായിട്ട് കൊണ്ടുവന്ന ഒരു സ്നേഹബന്ധത്തിൽ നിന്ന് നമ്മളവരെ പറിച്ചു മാറ്റിയിട്ട് അവർക്ക് അതുപോലെ സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് സമ്മാനിക്കാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ, ഒരു കാലത്തും ആ ശാപം തീരത്തില്ല. നമ്മുടെ മേൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ പോലും ആ സ്നേഹിച്ചവരെ പണത്തിൻ്റെ പേരിൽ നിങ്ങൾ വേർതിരിക്കരുത്. ഈ നശിച്ച ജാതകം നോക്കൽ എടുത്ത് കളയൂ. ഇതെല്ലാം വെറും പൊള്ളയായ കള്ളങ്ങളാണ്. മനസ്സ് തമ്മിൽ ചേരുന്നുണ്ട്. ഞാനും ബോബനുമായിട്ട് ചേർച്ചയുള്ള നക്ഷത്രങ്ങളല്ല. ഞങ്ങൾ എത്ര മാനസിക പൊരുത്തത്തോടെ കഴിയുന്നറിയാം. മനസ്സ് തന്നെയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നമ്മളെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും കരുതുകയൊക്കെ ചെയ്യുന്ന ഒരാൾ, ഒരു പുരുഷനാണെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്, ഇനി വേലെടുക്കാത്തവനാണെങ്കിൽ പോലും നമ്മളോട് സ്നേഹം ഉള്ളവനാണെങ്കിൽ അവൻ വേലെടുത്ത് എന്ത് വേലെടുത്ത് നമ്മളെ നോക്കും, നമ്മളെ കരുതും. ഇന്ന് രണ്ടുപേർക്കും വിദ്യാഭ്യാസം, രണ്ടുപേരും ജോലി ചെയ്ത് സുഖമായി ജീവിക്കാവുന്നേ ഉള്ളൂ. ഒരു കാരണവശാലും പ്രേമിച്ചവരെ പിരിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എവിടെയെങ്കിലും പാളിപ്പോയാൽ പിന്നെ പറയാം, നമുക്ക് എതിർക്കാം. എന്താ കള്ളും കഞ്ചാവും പെണ്ണുപിടിയും തോന്നിവാസിയവരാണ് നമ്മുടെ മകൾ അറിഞ്ഞുകൊണ്ട് പ്രേമിച്ച നമുക്കവിടെ മുട്ടുകാല് തല്ലി ഓടിക്കാം. നാളെ ഇത് നമുക്ക് തലവേദനയായി തീരും. പണത്തിൻ്റെ പേരിൽ ചെറിയ വീടാണ് ചിലർ കാണുന്നത്, വീടായിട്ട് നോക്കാം, സ്ഥലത്തായിട്ട് നോക്കാം. ഞാനിങ്ങനെയൊന്നും എൻ്റെ മരുമക്കൾക്ക് നോക്കിയിട്ടില്ല. എൻ്റെ മൂത്ത മരുമോനെയും ഞാൻ നോക്കിയിട്ടില്ല. അവർക്ക് വീടുണ്ടാ, പിന്നെ അവർക്ക് സ്ഥലമുണ്ടാ ഒന്നും. ഞാൻ നല്ല പയ്യനാണോ നോക്കി, അവൻ ദുബായിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദുബായിലാണ്. ഞാൻ അവിടെ എല്ലാം അന്വേഷിച്ചു. എനിക്ക് ദുബായിൽ ആളുണ്ട്. ഞാൻ അന്നേ അന്വേഷിച്ച് അവൻ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എല്ലാം ഇട്ട് തരാൻ പറഞ്ഞ് ഞാൻ അന്വേഷിച്ച് അവൻ കറക്റ്റ് ആ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ നോക്കി കറക്റ്റായിട്ട് ചെറുക്കൻ്റെ പയ്യൻ്റെ സ്വഭാവം അന്വേഷിച്ച് അവരുടെ ഫാമിലി അച്ഛനും അമ്മനും ആൾക്കാരെ ഞാൻ നോക്കിയില്ല. സത്യം പറഞ്ഞാൽ അവർക്ക് സ്വത്തുണ്ടെന്നൊന്നും, അവർക്ക് സ്വത്തൊന്നുമില്ല. പക്ഷേ എനിക്കത് കുറവായിട്ട് തോന്നിയില്ല. നല്ലൊരു മകനാണെന്ന്, അവർക്ക് വീടുണ്ടാ, ഇതൊന്നും നമ്മൾ മറ്റ് പുറമേ നിന്ന് വീടുണ്ടാ, സ്വത്തുണ്ടാ, കാറുണ്ടാ, ഇതുണ്ടാന്നൊന്നും ഞങ്ങൾക്ക്. പയ്യൻ വെള്ളവും കഞ്ചാവുമാണെന്ന് നോക്കി, കുടുംബം നോക്കുന്നവനാണെന്ന് നോക്കി, വേലെടുക്കുന്നവനാണ്, നല്ലൊരു ജോലി അവനുണ്ടാന്ന് നോക്കി, വിദ്യാഭ്യാസം ഉണ്ടാന്ന് നോക്കി. ഇത്രയും ഞാൻ നോക്കിയുള്ളൂ. എൻ്റെ മകൾ സുഖമായി കഴിയുന്നില്ലേ. നക്ഷത്രം എന്ന് പറഞ്ഞ സാധനം ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. എൻ്റെ മകളുടെ നക്ഷത്രമോ അവൻ്റെ നക്ഷത്രമോ എന്ന് ചേരുവാന്ന് ഞാൻ നോക്കിയിട്ടില്ല. എനിക്കിത് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അവർ തമ്മിൽ സംസാരിപ്പിച്ച് നേരത്തെ പെണ്ണിനെ കണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് അവർ തമ്മിൽ മാനസികമായി പൊരുത്തപ്പെടുമെന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതേ നോക്കാവുള്ളൂ. ഈ ജാതകം നോക്കലൊക്കെ പഴഞ്ചം സമ്പ്രദായമാണ്. ജാതകം നോക്കിയിട്ട് എത്ര പേര് സമാധാനമായിട്ട് ഒരുമിച്ചൊരു വീട്ടിൽ കഴിയുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതങ്ങളാണ്. 100ൽ 85 അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതം. പണ്ടത്തെ ജീവിതം കംപ്ലീറ്റ് നോക്കിയെടുത്തില്ല. കൂടുതൽ നോക്കുന്നിടത്തൊക്കെ ജീവിച്ചാൽ നമുക്ക് ജീവിതത്തിലൊരു മരണമുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഈ ജാതകം തെറ്റിയത് കൊണ്ട് മാറിക്കെട്ടിയത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനോട് പൊരുത്തപ്പെടുത്തേയില്ല. അങ്ങനെ ഒരുപാട് ചേരാത്ത ജാതകങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകളെ എനിക്കറിയാം. പെണ്ണിൻ്റെ നാൾ മൂലമാണ് നക്ഷത്രത്തിൽ കൂട്ടുന്നത് അല്ലേ. തിരുവോണം, അവിട്ടം, ചതയം. എനിക്കൊരു കൂട്ടുകാരുണ്ട് തിരുവോണം നക്ഷത്രത്തിലുള്ളത്. ചതയം നക്ഷത്രക്കാരനാണ് കല്യാണം ചെയ്തിരിക്കുന്നത്. അവർ എന്ത് അടിപൊളിയായിട്ട് ജീവിക്കുന്നത്. തിരുവോണം, അവിട്ടം, ചതയം. ഒന്ന് ആലോചിച്ച് നോക്കും. 3-ാം നക്ഷത്രമാണെങ്കിൽ മുടിഞ്ഞു പോകും, മരണം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ജോത്സ്യര് പേടിപ്പിച്ചത്. അവർ കല്യാണം കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല, നല്ല പൊരുത്തത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെറും കള്ളത്തരങ്ങളാണെന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദയവായി, ഇപ്പം എൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നെ, എക്സാമ്പിൾ, മനപ്പൊരുത്തമാണ് ഏറ്റവും വലുത്. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു തീരുമാനത്തിലെത്തുക. ആ പെൺകുട്ടിക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. മാതാപിതാക്കൾ വളർത്തിയവരെ ധിക്കരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. അവരെ പൂർണ്ണമായി സമ്മതിപ്പിക്കുക, പറഞ്ഞു തന്നെ സമ്മതിപ്പിക്കുക. കുറച്ചാൾ കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി സമ്മതിച്ചോളൂ. കല്യാണം കഴിക്കരുത്.
സ്നേഹിച്ച ആളെ വിട്ട് കളയരുത്. ഒരു ജന്മമുള്ളൂ. നമ്മൾ സ്വപ്നം കണ്ട, നമ്മൾ സ്നേഹിച്ച്, നമ്മൾ നമ്മുടെ മാത്രമാക്കണമെന്ന് വിചാരിച്ച ഒരാളുടെ ഒപ്പം തന്നെ നമ്മൾ ജീവിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും. മറ്റ് മതം പ്രശ്നം, പണത്തിൻ്റെ പ്രശ്നത്തിൽ ഒരു കാർച്ചലും അവനെ ഉപേക്ഷിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഇതിനു മുമ്പ് വേറൊരു കുട്ടി എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു, ആൻറ്റി, ഞാൻ അമ്മയുടെ അച്ഛൻ്റെ ഒരു മോളാണ്, ഞാനിങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, ആൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേങ്കിൽ അമ്മയ്ക്കും അച്ഛനും പണമില്ലാത്തതുകൊണ്ട് ആളെ കല്യാണം ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ ഒരേ വിദ്യാഭ്യാസമൊക്കെയാണ്, രണ്ടുപേരും എഞ്ചിനീയർമാരാണ്, പക്ഷേ വീട്ടിൽ സമ്മതിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു, നീ ധൈര്യമായിട്ട് സ്നേഹിച്ചവനെ തന്നെ, നീ അവൻ്റെ സ്വഭാവം അങ്ങനെ എല്ലാം നല്ലതാണ്, അടിപൊളിയാണ്, പൈസയുടെ കുറവില്ല, നീ അത് അവൻ്റെ വീട്ടുകാർക്കെല്ലാം പൂർണ്ണമായി സമ്മതം. എൻ്റെ വീട്ടിൽ സാമ്പത്തികം കൂടുതലുള്ളതുകൊണ്ട് സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു, നീ അവനെ തന്നെ കല്യാണം, സാമ്പത്തികം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം, പക്ഷേ ഒരു സ്വഭാവം, നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടാൻ ഭയങ്കര പാടാണ്, ഒരിക്കലും വിട്ടുകളയില്ലെന്ന് ആ കുട്ടിയോട് പറഞ്ഞ്. ആൻറ്റി എനിക്കിത് ഒരു തീരുമാനത്തിലെത്താൻ കഴിയും, ഞാൻ ഇനി ഒരിക്കലും വിടത്തില്ല. അവർ നീ വെയിറ്റ് ചെയ്യും, മാതാപിതാക്കൾ സമ്മതിക്കുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ മോള് ഇളയവൾ പ്രേമിച്ചല്ലേ ഉണ്ടോ, ഞാൻ എതിർത്തില്ല, അവരുടെ ജീവിതമാണ്, നമ്മളെന്തിനാണ് അത് തല്ലിക്കെടുത്തുന്നത്? ഞാൻ പ്രാർത്ഥിക്കുമോ അവർക്ക് രണ്ടുപേർക്കും നല്ലത് വരണേന്ന്, നല്ലത് വന്ന് മുന്നോട്ട് പോകണേന്ന് ഞാൻ പ്രാർത്ഥിക്കും. നല്ല രീതിയിൽ രണ്ടുപേർക്കും വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ഒരു ജോലി ചെയ്ത് ജീവിച്ചോളും. നമ്മളൊരു ചെറിയ സപ്പോർട്ട് ആദ്യം കൊടുത്താൽ മതി, അവർക്കൊരു നിലനിൽപ്പുള്ള സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് പൊക്കോളും, പിന്നെ സപ്പോർട്ട് കൊടുക്കാൻ നടക്കരുത്. ഞാൻ പറഞ്ഞാൽ ആ മോളും ഈ മോനും ഇങ്ങനെ നിൽക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ അവർക്കും ഒരു ജീവിതത്തിൽ പക്വതയൊക്കെ വരുമല്ലോ, അപ്പോൾ കല്യാണം കഴിച്ചാൽ മതി. ഒരു കാരണവശാലും രണ്ടുപേരും തമ്മിൽ പിരിക്കരുത്. ആ മോൾക്ക് ഈ വീഡിയോ വിട്ടു കൊടുക്കുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഒരു മതം വിട്ട് വേറൊരു മതത്തിലോട്ട് പോയിട്ടില്ല, അപ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല, സാമ്പത്തികത്തിന് മാത്രം ഒരു പ്രശ്നമാണ്. ജാതകം എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പം എനിക്കിതാണ് പറയാനുള്ളത്. നിങ്ങളുടെ എല്ലാ അഭിപ്രായം ഇതിനകത്ത് കമൻ്റായിട്ട് ഇടുക. ഇത്രയും രണ്ടുപേരും വിദ്യാസമ്പന്നർ പണത്തിൻ്റെ പേരിൽ, ജാതകം ചേരത്തില്ലതിൻ്റെ പേരിൽ പിരിഞ്ഞു പോകേണ്ട കാര്യമുണ്ടോ? അതായത് ഒരു 8ാം ക്ലാസ് മുതൽ ഈ PG വരെ ഒരുമിച്ച് സ്നേഹിച്ച് ജീവിച്ച രണ്ട് ആത്മാക്കളെ തമ്മിൽ പിരിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ജാതകത്തിൻ്റെ പേരും പറഞ്ഞ് എത്ര ജാതികളാണ് ഇവിടെ ജാതകം നോക്കുന്നവർ, ജാതകത്തിൻ്റെ പേരും പറഞ്ഞ്. ഈ ഒരു ഹിന്ദുക്കൾ മാത്രമേ അത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഹിന്ദുക്കളിൽ ഈ ജാതകമൊക്കെ നോക്കുന്നത്. അതൊക്കെ പണ്ടത്തെ ജാതകം നോക്കലൊക്കെ, അതിനോട് എനിക്കൊരു വിശ്വാസമില്ല. ഞാൻ ജാതകം അനിമോടെ നോക്കിയിട്ടില്ല, അമ്മൂൻ്റെ പയ്യൻ്റെ വെള്ളം കൂടെ ജാതകം നോക്കില്ല, എനിക്കൊരു വിശ്വാസമില്ല കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കട്ടെ. എല്ലാ ജാതകവും നോക്കിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. തപയെന്ന് പോയി ഒരു ജാതകവും നോക്കാതെ ബോബൻ ചേട്ടനോട് നാളെ ചേരത്തുമില്ല. ഞങ്ങൾ നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും, ഉള്ളത് കൊണ്ട് സംതൃപ്തമായി ജീവിക്കും. ഞാൻ പറഞ്ഞല്ലോ, ദാമ്പത്യ ജീവിതത്തിൽ ആദ്യം വേണ്ടത് പ്രണയമാണ്. പരസ്പരം മനസ്സിലാക്കൽ, പരസ്പരം ബഹുമാനിക്കൽ. സ്നേഹിച്ച് കൊതി തീരത്തില്ല. ഓക്കെ.